GT വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ അല്ല സോറി ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മാച്ച്, ടെസ്റ്റ് മാച്ച്, ഒറ്റ മാച്ചേ ഉള്ളൂ. ആ മാച്ചിൽ ഒരു ഇന്നിങ്സിനും 300 റൺസിന്റെയും ബിഗ് വിൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ശുഭ്മൻ ഗില്ലിന്റെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ ഒരു പുതിയ ടീം ബിൽഡ് ചെയ്തിട്ട് ആ ഒരു മാച്ച് കളിച്ച സമയത്ത് കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കളി ജയിക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. ആദ്യം ബാറ്റിംഗിൽ ഉണ്ടായ ഡോമിനേഷൻ ആണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ബൗളിംഗിലാണെങ്കിലും കട്ട ഡോമിനേഷൻ തന്നെയായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ആ ഒരു പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, GT വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ, അതൊക്കെ ഇപ്പം ആ ഒരു ടീം സെലക്ട് ആയപ്പോൾ തൊട്ട്, കാരണം സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് വന്നൊരു സ്ക്വാഡ് ഉണ്ടായിരുന്നല്ലോ, അതായത് ടെസ്റ്റ് ടീം ഇങ്ങനെയാണെന്നുള്ളത്, അപ്പൊ തൊട്ട് വരുന്ന കുറച്ച് ട്രോളുകളാണ്. GT ടീമാണ്, ഒബിയസ്ലി പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 6 പേര് GT തന്നെ ഉള്ളവരാണ്. 4 ബൗളേഴ്സും 2 ബാറ്റ്സ്മാൻമാരും, അതിൽ നമുക്ക് 2 ഓൾറൗണ്ടേഴ്സും ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു ഫീൽ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. പക്ഷെ എന്തായാലും ആ എടുത്ത ആൾക്കാരൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു മോശം പെർഫോമൻസ് എന്നല്ല കാഴ്ചവെച്ചത്. അവരൊക്കെ ആ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. കാരണം ശുഭ്മൻ ഗില്ലിന്റെ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ സായ് സുദർശൻ ഒരു 80+ റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ 50 അടിച്ചിട്ടുണ്ടായിരുന്നു. മാനവ് സത്താർ കട്ട ഓൾറൗണ്ടർ ആണ്, 2 ഇന്നിംഗ്സിലും കൂടി ടോട്ടൽ ഒരു 7 വിക്കറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും 28 റൺസ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ സ്കോറും ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധ് കൃഷ്ണക്കും വിക്കറ്റ് ഉണ്ട്, ഈവൻ മുഹമ്മദ് സിറാജിനും വിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് GTയിലുള്ള എല്ലാ പ്ലേയേഴ്സിനും പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി അങ്ങോട്ട് കളിയാക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് പറയാനില്ല, കാരണം അതവിടെ കഴിഞ്ഞു. ഇപ്പം കളി ജയിച്ചല്ലോ, ആൻഡ് ഇന്ത്യയാണ് ജയിക്കുന്നത്. അൾട്ടിമേറ്റ്ലി എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു, അത് WTC പോയിന്റ്സ് ഇല്ലാന്നോ, വട്ടവർ, അതൊന്നും ഒരു വിഷയമല്ല. കാരണം ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള നമ്മുടെ അത്രയും വ്യൂവർഷിപ്പ് ഉള്ള ഒരു IPL മാച്ചസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഫസ്റ്റ് ടെസ്റ്റ് മാച്ചാണ്. ആൻഡ് അതിൽ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു ടീം ഉണ്ടാക്കി ആ ഒരു ടീമിനെ കൊണ്ടുപോയി ജയിക്കാൻ പറ്റിയ തന്നെ വലിയൊരു കാര്യമാണ്. അത് ജയിച്ചത് ചെറിയൊരു സംഭവത്തിലല്ല, കാരണം ഒരു ഇന്നിംഗ്സ് പ്ലസ് 300 റൺസ് എന്നുള്ളൊരു സംഭവം, ഇറ്റ്സ് ഒബിയസ്ലി എ ബിഗ് വിൻ ആണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 564 റൺസിന് 8 വിക്കറ്റ് എന്നുള്ള സമയത്താണ് ഡിക്ലെയർ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശുഭ്മൻ ഗില്ലിന്റെ ഒരു സെഞ്ചുറി, അതുപോലെ തന്നെ സായ് സുദർശന്റെ 80+, KL രാഹുലിന്റെ ഒരു സെഞ്ചുറി, പിന്നെ നമ്മുടെ ഋഷഭ് പന്ത് ഓൾമോസ്റ്റ് 80+ അടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വാഷിംഗ്ടൺ സുന്ദർ ആൻഡ് മാനവ് സത്താർ, ഇവരൊക്കെ ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്ത്, ഈവൻ മുഹമ്മദ് സിറാജ് വരെ അവസാനത്തോട്ട് കളിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും ആ ഒരു കോൺട്രിബ്യൂഷനിലാണ് ഈ ഒരു സ്കോറിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവരുടെ ഭാഗത്തുനിന്ന് സലീം എന്ന് പറഞ്ഞൊരു ബൗളർ ഗംഭീര ബൗളിംഗ് ആയിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ വേറെ വിക്കറ്റുകൾ എടുക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ആളൊറ്റയ്ക്കാണ് 6 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊരു ബൗളിംഗ് തന്നെയായിരുന്നു ആൾ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സലീമിനെ കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷാഹിദും അതുപോലെ തന്നെ റഹ്മാനും ഓരോ വിക്കറ്റുകൾ എടുത്ത് ആ ഒരു ടീമിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടീം എഫേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സമയത്ത് ശരിക്ക് ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒരു 1.5 ദിവസം ഏകദേശം കഴിഞ്ഞിട്ടാണല്ലോ ഇന്ത്യയുടെ ബാറ്റിംഗ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു 3 ദിവസം 4 ദിവസത്തേക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ ആക്കാനെങ്കിലും ശ്രമിക്കും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും പോയില്ല കേട്ടോ. ഇന്ത്യയുടെ ആ ഒരു ബൗളിംഗ് അറ്റാക്കിന് മുന്നിൽ അഫ്ഗാനിസ്ഥാൻ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 152 റൺസിന് ഓൾ ഔട്ട് ആയി. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ശരിക്കും മാനവ് സത്താർ 6 വിക്കറ്റ് എടുത്ത സമയത്ത് നമ്മുടെ പ്രസിദ്ധ് കൃഷ്ണ 3 വിക്കറ്റും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റ് എടുത്ത് ടോട്ടൽ 10 വിക്കറ്റ് അവരുടെ ആ ഒരു ഫുൾ ബൗളിംഗ് യൂണിറ്റിൽ തന്നെയാണ് ആ ഒരു വിക്കറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഇന്നിംഗ്സിൽ അഗെയിൻ, അതായത് എന്തായാലും ഫസ്റ്റ് ഇന്നിംഗ്സിൽ അവർക്ക് എത്താൻ പറ്റിയില്ല, അപ്പോൾ ഒന്നും കൂടി ഒന്ന് വിടാമെന്നുള്ളൊരു ആ ഒരു തീരുമാനം നല്ല തന്നെയായിരുന്നു. കാരണം ജയിക്കുമ്പോൾ ചെറിയൊരു ജയം ജയിച്ചാൽ പോരല്ലോ, ജയിക്കുമ്പോൾ നല്ലൊരു ജയം തന്നെ ജയിക്കണം. അതിനുള്ള ആ ഒരു ബൗളിംഗ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ശുഭ്മൻ ഗില്ലിന്, അത് ആ ഒരു ബൗളിംഗിൽ കാണാനും പറ്റി. രണ്ടാമത് ബാറ്റ് ചെയ്ത സമയത്ത് 152 പോലും, ഫസ്റ്റിൽ അറ്റ്ലീസ്റ്റ് 152 എടുത്തെങ്കിൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ കളിച്ച സമയത്ത് 112 റൺസിന് ഓൾ ഔട്ട്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ റഹ്മത് ഷാ മാത്രമാണ് 60 റൺ എടുത്തിട്ട് കുറച്ചെങ്കിലും പിടിച്ചത്, ബാക്കി ആർക്കും പിടിച്ചേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഇന്നിംഗ്സിൽ 112 ഓൾ ഔട്ട് ആയപ്പോൾ അവിടെയും അഗെയിൻ ആ ഒരു ബൗളിംഗ് യൂണിറ്റിന്റെ പവർ തന്നെയാണ് കാണാൻ വേണ്ടി പറ്റിയത് ഇന്ത്യയുടെ ഭാഗത്ത്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ വിക്കറ്റ് കിട്ടാത്ത നമ്മുടെ കുൽദീപ് യാദവിന് ഈ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 1 വിക്കറ്റാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് സിറാജിന് ഫസ്റ്റ് ഇന്നിംഗ്സിൽ വിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ സെക്കൻഡ് ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്നിംഗ്സിൽ തിളങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ മാനവ് സത്താറിന് സെക്കൻഡ് ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് സെക്കൻഡ് ഇന്നിംഗ്സിൽ വിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്നത്തെ മാച്ച് കംപ്ലീറ്റ്ലി ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു ഓൾറൗണ്ടറിന്റെ പെർഫോമൻസ് തന്നെയാണ്. കാരണം ടോട്ടൽ 2 ഇന്നിംഗ്സിലും കൂടി 7 വിക്കറ്റ്, 28 റൺസ്, ഏകദേശം ഒരു 3 ക്യാച്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ട്, ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് മാനവ് സത്താറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരു അടിപൊളി ഡ്രീം ഡെബ്യൂട്ട് എന്ന് തന്നെ പറയാം ഈ ഒരു മാച്ചിന്. അപ്പൊ എന്തായാലും ആ ഒരു IPL ഒക്കെ കഴിഞ്ഞിട്ട് ശരിക്ക് ഓരോ സീരീസുകൾ സ്റ്റാർട്ട് ആയിക്കാണ്. അതിന്റെ ഫസ്റ്റ് മുന്നോടിയായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് മാച്ച് ആയിരുന്നു ശരിക്കും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഈ ഒരു ടെസ്റ്റ് മാച്ച്. ആ ഒരു മാച്ചും ജയത്തോടെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഓരോ മാച്ചസ് വരാനുണ്ട്, ODI ആണെങ്കിലും T20 ആണെങ്കിലും, അതിനൊക്കെ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾ മാച്ച് കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ അറിയിക്കാൻ. അത്രേ ഉള്ളൂ.